ഹായ്. ഓരോ ദിവസവും കുറച്ച് പണികൾ ചെയ്ത് ഒരാഴ്ചയെടുത്ത് ഇത്രയൊക്കെ വൃത്തിയായി കിട്ടാനായിട്ട്. ഒരുവിധമൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട തിനയേരി എടുത്ത് മുളയ്ക്കാനായിട്ട് തുണിയിൽ കെട്ടിവെച്ചു. ഒരു ദിവസത്തോളം തുണിയിൽ കെട്ടിവെച്ചതിന് ശേഷമാണ് അത് പാകാനായിട്ട് റെഡിയായി മുള വന്നത്. കരിങ്കല്ലുകൾ കൂട്ടിയിട്ടതിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ തോടൊക്കെ വെച്ച് വെള്ളം പോകാൻ പാകത്തിനൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിലൊരു കുളവും സെറ്റ് ചെയ്തതിൽ കുറച്ച് മീനൊക്കെ ഇട്ട് കൊടുത്തു. മുള വന്ന് തെനയെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മണ്ണിലേക്കൊക്കെ പാകി കൊടുത്ത് അതിന്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നല്ല സ്പ്രേ ഒക്കെ ചെയ്തു കൊടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങളുടെ കുട്ടിക്കാലമാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങൾ 4 പെൺകുട്ടികളായിരുന്നു. അപ്പൻ ഗൾഫിലായതുകൊണ്ട് അമ്മയാണ് ഞങ്ങളെ നോക്കിയിരുന്നത്. പള്ളിയിലുണ്ടാവുന്ന ഒരുവിധം എല്ലാ മത്സരത്തിനും ഞങ്ങൾ മുന്നിലായിരിക്കും. ക്രിസ്മസ് ട്രീ മത്സരത്തിനും സ്റ്റാർ മത്സരത്തിനും പുൽക്കൂട് മത്സരത്തിനും ഒക്കെ ഞങ്ങൾ പങ്കെടുക്കും. അമ്മ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കായിരുന്നു. ക്രിസ്തുമസിന് കുറച്ച് മുന്നേ ഞങ്ങളുടെ ആലോചനയാണ് എങ്ങനെയുള്ള പുൽക്കൂടുണ്ടാക്കിയാലാണ് എല്ലാവരേക്കാളും നല്ലതാവുന്നത്. പിന്നെ അതിനുള്ള അധ്വാനമായി. എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം തലേദിവസം ഉണ്ടാക്കി വെച്ച പുൽക്കൂടിന്റെ ബാക്കി ഉണ്ടാക്കണം, ഏറ്റവും നല്ല ഭംഗിയാക്കി ഉണ്ടാക്കണം. അതിനൊക്കെ കുറേയധികം പണിക്ക് ചെയ്ത് ഞങ്ങൾ ചെയ്യായിരുന്നു. തലേദിവസം കരോള് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ പണി തന്നെയായിരിക്കും.